ഹലോ ഫ്രണ്ട്സ്, മഴതോരു മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗംഗാധരേട്ടനും ശിവനും കൂടെ സംസാരിക്കുകയാണ്. ഇനിയിപ്പോൾ അലീന ഇല്ലല്ലോ കടപ്പാട്ട്, നമുക്ക് വൈജയന്തി ഇനി അങ്ങോട്ട് പോകുന്നു ഇല്ലേ എന്നൊക്കെ നമുക്ക് അവളോട് സംസാരിക്കണ്ടേ. പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ അവർക്ക് ഉപദേശവും കൊടുക്കാമല്ലോ. ചെല്ലാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നേരെ വൈജയുടെ അടുത്തേക്ക് വരിക. വൈജയന്തി കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? എന്തറിഞ്ഞോ എന്നാ ശിവേട്ടൻ ചോദിക്കണേ. അല്ല, കടപ്പാട്ടുനിന്ന് നമ്മുടെ അലീന പോയിട്ടുണ്ട്. എങ്ങോട്ട് പോയിന്ന്? അവൾ പാക്ക് ചെയ്ത് പോയി, ഇനിയിപ്പോൾ അവിടെ ഇല്ല. അപ്പം നിനക്കിനി അങ്ങോട്ട് പോകുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കണം കേട്ടോ. അപ്പോൾ വൈജയന്തി ചോദിക്കുകയാണ്, ഞാനൊന്നും വിശ്വസിക്കില്ല ശിവേട്ടാ. അവളെ പഠിച്ച കള്ളിയാ. പലതവണയായിട്ട് അവൾ പോകുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ പോയോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ അവൾ സുഖം പിടിച്ചു പോയി ഇവിടെ. അതുകൊണ്ട് തന്നെ എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല എന്ന് പറയാം. ഇടി അങ്ങനെയല്ല, അത് അവളെല്ലാം പാക്ക് ചെയ്ത് പോയി എന്നാണ് കൃഷ്ണമോൾ പറയുന്നത്. അല്ലെന്നേ, അങ്ങനെയൊന്നും അവൾക്ക് പോകാൻ പറ്റില്ല ശിവേട്ടാ. കടപ്പാട്ട് വന്ന് താമസിച്ച് അവിടുത്തെ സുഖം പിടിച്ച് പോയില്ലേ. ശിവനാണെങ്കിൽ ദേഷ്യം വരാട്ടോ. എന്നാ സുഖാടി അവൾ അനുഭവിക്കുന്നത് പറ. അവൾ അവിടെയുള്ള ജോലിയെല്ലാം ചെയ്ത് പിള്ളേരെയൊക്കെ നോക്കിക്കൊണ്ട് പോകുന്നതാണോടി നീ പറഞ്ഞ ഈ സുഖം? പിന്നെ പിള്ളേർ പാല് കുടിക്കുന്ന പിള്ളേരല്ലേ, മലവും മൂത്രമൊക്കെ എടുക്കണം, സമയാസമയം ആഹാരം കൊടുക്കണം, എണ്ണ തേപ്പിക്കണം, കുളിപ്പിക്കണം, വാരി കൊടുക്കണം. പിന്നെ എടി, അവൾ അവിടുന്ന് പോയെന്നല്ലേ നിന്നോട് പറഞ്ഞത്? എവിടെ പോയാലും അവൾ തിരിച്ചു വരും, എനിക്ക് ഉറപ്പാണ്. ഇവിടെ വന്ന് നിന്നോട് യാത്ര പറഞ്ഞില്ലേ അവൾ? അതുപോലെ ഇവിടെയുള്ള എല്ലാവരോടും യാത്ര പറഞ്ഞിട്ടാണ് അവൾ ഇവിടുന്ന് പോയത്. ബാലേന്ദ്രൻ കൂടെ പോയിട്ടുണ്ടോ? അപ്പം ഗംഗാധരൻ പറഞ്ഞിട്ടുണ്ട് ബാലേന്ദ്രൻ പോയിട്ടുണ്ടാവും, അവളെ കൊണ്ടുവിടാൻ പോയതല്ലേ. പിന്നെ വളരെ അത്യാവശ്യമല്ലേ, പിരിഞ്ഞു പോകാൻ വേണ്ടി നിൽക്കുന്ന ജോലിക്കാരിയെ ഇനി പോകുന്നിടത്ത് കാറിൽ കയ്യിൽ സുരക്ഷിതമായി കൊണ്ടുവിടണം അല്ലേ? കൊള്ളാം, നന്നായിട്ടുണ്ട്. എവിടെ നടക്കാത്ത കാര്യം. അല്ലെങ്കിൽ ബാലേന്ദ്രൻ കൂട്ടില്ലാതെ അവളെ എങ്ങോട്ടും പോവും. എടി, നിന്നോട് ഞാൻ എന്താ പറയുക? കണ്ണു അടച്ച് എന്തെങ്കിലും പറയും, അത് സത്യമാണെന്നങ്ങ് വിശ്വസിക്കുകയും ചെയ്യും. ഗംഗേട്ടാ, ബാലേന്ദ്രൻ തിരിച്ചു വരുമോ? അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം. അത് ശരി. അപ്പോൾ അയാൾ ഈ ബിസിനസ്സും കുടുംബവും പിള്ളേരെയൊക്കെ വിട്ടിട്ട് അലീനയും കൊണ്ട് കടന്ന് കളഞ്ഞു എന്നാണോ നിൻ്റെ വിചാരം? ഗംഗേട്ടാ, ഞാനൊരു കാര്യം പറയാം. ബാലേന്ദ്രനെയും അവളെയും വിശ്വസിച്ച് ഞാൻ ഈ വീട്ടിൽ നിന്ന് നേരെ കടപ്പാട്ടൂർ പോയി താമസിച്ചു എന്ന് വെച്ചോ. പക്ഷേ അവർ രണ്ടുപേരും ഏതെങ്കിലും ഹോട്ടലിലോ റിസോർട്ടിലോ 3-4 ദിവസം താമസിച്ചിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. അപ്പോൾ ഞാൻ ആരായി? അപ്പോൾ ശിവൻ പറയുന്നുണ്ട്, എടി നീ ആദ്യം നിൻ്റെ മക്കളെ വിളിച്ച് ചോദിക്കുക അലീന പോയതാണോ ഇല്ലേന്ന്. ഇത്രയൊക്കെ കാത്തില്ല ശിവേട്ടാ, 2 ദിവസം കൊണ്ട് നോക്കാം. എടി അങ്ങനെയല്ല, ബാലചന്ദ്രൻ ഇല്ലാത്തപ്പോഴാണ് നീ അവിടെ പോയി കയറേണ്ടത്, മനസ്സിലായോ? അപ്പോൾ ഗംഗാധരൻ പറഞ്ഞിട്ടുണ്ട്, ബാലേന്ദ്രൻ ഉള്ളപ്പോഴാണ് നീ പോകുന്നത്, അയാൾ വീട്ടിൽ കയറണ്ടെന്ന് പറഞ്ഞാലോ. ഇതാകുമ്പോൾ നിനക്ക് സ്വാതന്ത്ര്യത്തോടെ അവിടെ ചെന്ന് കയറാമല്ലോ. എപ്പോഴാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് നീ ആലോചിച്ച് തീരുമാനം എടുക്കുമെന്ന് പറയാട്ടോ. അങ്ങനെ വൈജ നിന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബബിത അവിടെ ഭയങ്കര സങ്കടത്തിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബബിതയെ നോക്കുന്നുണ്ട്. കൃഷ്ണയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ബബിത നല്ല സങ്കടത്തിലാണെന്ന്. ബബിതയെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാമെന്നും പറഞ്ഞുകൊണ്ട് വൈജ ഫോൺ വിളിക്കുകയാണ്. പക്ഷേ ബബിതയാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യുക കേട്ടോ, സംസാരിക്കണേ ഇല്ല. പിന്നെ വൈജയ്ക്കത് വല്ലാത്ത വിഷമമാവുന്നുണ്ട്. എന്തുകൊണ്ടാവും നമ്മുടെ ബബിത ഫോൺ എടുക്കാത്തെന്ന് വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവസാനം നമ്മുടെ ബബിതയ്ക്ക് ദേഷ്യം വന്ന് ബബിത വിളിക്കുന്ന കോളുകളെല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ പിന്നെ ഫോൺ എടുക്കാൻ കേട്ടോ. അപ്പം എന്തിനാ അമ്മ വിളിച്ചത്? എടി, നിനക്കെന്താ കൈ ഒടിഞ്ഞ് നടക്കുന്നു? എന്താ നീ ഫോൺ എടുക്കാത്ത? നിനക്കെന്താ വലിയ കുഴപ്പം വല്ലതും ഉണ്ടോ? ഞാൻ വിളിക്കുമ്പോൾ എന്താ നിനക്ക് ഇത്ര മടി? അമ്മേ, എനിക്ക് ഫോൺ എടുക്കാനായിട്ട് വലിയ മൂഡൊന്നും ഇല്ലായിരുന്നു. അതാ. എന്താടി നിനക്ക് ഇത്ര മൂഡില്ലാത്തത്? നിൻ്റെ ആരെങ്കിലും ചത്തോ? അതോ നിനക്ക് നിൻ്റെ അമ്മയുടെ ഫോൺ എടുക്കാൻ സൗകര്യം ഇല്ലേ എന്നവർ വീണ്ടും ദേഷ്യത്തോട് ചോദിക്കുക കേട്ടോ. നിന്നെ നാവിറങ്ങിപ്പോയോടി, ഇന്ന് നിനക്ക് മൗനവ്രതമായിരിക്കും അല്ലേ? നിൻ്റെ ചേച്ചി നാട് വിട്ടല്ലോ, അതിൻ്റെ വിഷമത്തിലായിരിക്കും അല്ലേ? ആണെങ്കിൽ അമ്മയ്ക്ക് എന്താ? അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ ആരെയും ശല്യം ചെയ്യാതെ എൻ്റെ മുറിയിലല്ലേ ഇരിക്കുന്നത് എന്ന് ബബിത ചോദിക്കുക കേട്ടോ. അപ്പം വീണ്ടും അവർ പറയുന്നുണ്ട്, എൻ്റെ കണ്ണീര് കുറച്ചൊന്നുമല്ല എരണം കെട്ടവൾ വീഴ്ത്തിയത്. ബബിതയ്ക്ക് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നു, ഇത് പറയാനാണോ അമ്മ ഇതിനെ വിളിച്ചത്? അമ്മയുടെ ഈ ദുഷിപ്പ് കേൾക്കാൻ വയ്യാത്തോണ്ടാണ് ഞാൻ ഫോൺ എടുക്കാത്തത്. ഞാൻ പറയുന്നതെല്ലാം ദുഷിപ്പ്, ബാക്കി എല്ലാവരും ചെയ്താൽ നല്ലത് അല്ലേ? അല്ലെങ്കിലും എൻ്റെ മക്കൾക്കും ഭർത്താവിനും ഞാനാണ് കുഴപ്പം. എൻ്റെ കുടുംബം തട്ടിയെടുക്കുന്നവൾ നിങ്ങൾക്കൊക്കെ നന്മയായിട്ട് നിറക്കണം അല്ലേ? അമ്മേ, എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പറ. എടി, അലീന കുടുംബത്തിൽ നിന്ന് ഇറങ്ങിയാലേ ഞാൻ തിരിച്ച് വരുള്ളൂ എന്ന് പറയുന്നത് ഓർമ്മയുണ്ടോ? അമ്മയുടെ ആവശ്യം പോലെ തന്നെ ആ പാവം ഇവിടെ നിന്ന് പോയി. അയ്യോ, ഒരു പാവം. അവളുടെ കയ്യിലിരിപ്പിൻ്റെ ഗുണം കൊണ്ടല്ലേ അവൾ ഇവിടെ നിന്ന് പോയത് എന്ന് വായിച്ചാൽ പറയാം. എന്നായാലും അമ്മയ്ക്ക് ബുദ്ധിമുട്ടായിട്ട് അലീന ചേച്ചി വരില്ല, അതാണല്ലോ അമ്മയുടെ ആവശ്യം. എടി, അവളുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു വിശ്വാസവുമില്ല. അവളുടെ സകലവിധ സാധനങ്ങൾ തൂത്തുപറക്കിയിട്ടാണോ പോയത്? അതെ, അങ്ങനെ തന്നെയാണ് പോയത്. ഇനി അമ്മയ്ക്ക് വിശ്വാസം വരണമെങ്കിലേ ഇവിടെ വന്ന് നോക്ക്. ഇവിടെ നിന്ന് അലീന ചേച്ചി ഇറങ്ങാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നല്ലോ. അതേടി, ഉടനെ തന്നെ ഞാൻ വരുമ്പോൾ അവിടെ എന്തെങ്കിലും ഞാൻ കണ്ടാലേ തൂത്ത് കൂട്ടിയിട്ട് ഞാൻ കത്തിക്കും. നോക്കിക്കോ, അമ്മ എന്ത് വേണം ചെയ്തോ.
അവളെ എങ്ങോട്ടാണ് പോയത് അത് പറഞ്ഞു. കുളത്തൂപ്പുഴ അങ്ങോട്ട് എവിടെയാണ് പോയെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ അമ്മ എന്തിനാ അറിയുന്നത്? അത് അമ്മയുടെ ശത്രുവല്ലേ, അത് മാത്രം അറിഞ്ഞാൽ പോരെ. അയ്യോ ഞാൻ വെറുതെ ചോദിച്ചതാണേ, എവിടെയെങ്കിലും പോട്ടെ, അവിടെ കിടന്ന് അനുഭവിക്കുമ്പോൾ മനസ്സിലായിക്കോളും ഇവിടെ എന്ത് മാത്രം സുഖമായിട്ടാണ് കിടന്നെന്ന്. അത് അമ്മ പറഞ്ഞത് ശരിയാണ്. അലീന ചേച്ചിക്ക് എന്തോരം സുഖമായിരുന്നു ഇവിടെ. എന്താടി അതിലൊരു പുച്ഛം? അല്ല, അമ്മയുടെ ഉണ്ടായിരുന്ന സമയത്ത് സമാധാനമായിട്ട് ജീവിക്കാൻ ഒരു ദിവസമെങ്കിലും അതിന് പറ്റിയിട്ടുണ്ടോ? ആ പാവത്തിന് എന്തെങ്കിലും ഒരു അവസരം കൊടുത്തിട്ടുണ്ടോ അതിന്? എന്നിട്ട് ചുമ്മാ അതങ്ങ് പറഞ്ഞാൽ മതി. പക്ഷേ ഇപ്പം പോയിരുന്നല്ല, നരകത്ത് പോയിരുന്നാലും കുഴപ്പമില്ല. അമ്മയുടെ കൂടെ നിൽക്കുന്നതിലും സുഖവും സന്തോഷവും എവിടെ പോയാലും കിട്ടും. അതെനിക്ക് ഉറപ്പാണ്. എടി, അവളുടെ കാര്യം പറഞ്ഞ് നീയൊക്കെ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നാലുണ്ടല്ലോ. എൻ്റെ മക്കളെ നല്ലതാണോ ചീത്തയാണോ ചെയ്തത് അവൾ പഠിപ്പിച്ചത് പറയടി. അതെ, അമ്മയെപ്പോലെയല്ല. തെറ്റ് ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കാനാണ് അലീന ചേച്ചി ഞങ്ങളോട് കാണിച്ചത്. അല്ല തെറ്റ് ചെയ്താൽ മുഖം തിരിക്കാനല്ല കാണിച്ചത്. കൊള്ളാം, നല്ല മോള്, ഇങ്ങനെ തന്നെ വേണം. ദേ അമ്മ ഫോൺ വയ്ക്കേ, എനിക്ക് അമ്മയുടെ അടുത്ത് ഒട്ടും സംസാരിക്കാൻ ഒട്ടും സമയമില്ല. എനിക്കിഷ്ടമില്ല സംസാരിക്കുന്നത്. അതുകൊണ്ട് ഫോൺ വയ്ക്കേ. അമ്മ വരുന്നെങ്കിൽ വാ, ഞാൻ റൂമൊക്കെ വൃത്തിയാക്കി വെച്ചേക്കാം. നീ വെച്ചോ, ബാക്കി ഞാൻ വരട്ടെ എന്നും പറഞ്ഞ് ഫോൺ വെക്കണം. ബബിതയ്ക്ക് ദേഷ്യം വന്ന് ഫോൺ എടുത്ത് കട്ടിലേക്ക് ഒറ്റ ഏറ് കൊടുക്കാട്ടോ. അങ്ങനെ കമല നേരെ വൈജയുടെ അടുത്തേക്ക് വരിക കേട്ടോ. എന്നിട്ട് അയ്യോ വൈജയ്, നീ ഇപ്പത്തിന് പോവുകയാണോ എന്ന് ചോദിക്കുക കേട്ടോ. അതെന്താ വൈജയ് കമലടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പറ. അപ്പോൾ എന്തിനാ കമലടുത്ത് ഇങ്ങനെയൊക്കെ ചോദിക്കണം? കമലടുത്തി കൂടെ പറഞ്ഞിട്ടല്ലേ എത്ര ദിവസം കൊണ്ട് പറയുന്നു അലീന പോയി കഴിഞ്ഞാൽ തിരിച്ച് പോകണം, അലീനെ പറഞ്ഞു വിടണമെന്നൊക്കെ. എന്നിട്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ എന്തിനാ ഇവിടെ വന്നിങ്ങനെ അയ്യോ പോവല്ലെന്ന് പറഞ്ഞ് അഭിനയിക്കുന്നത്? ഇതൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ കമല പറയാണ്, അയ്യോ സത്യം പറഞ്ഞാൽ നീ വന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതെന്തുകൊണ്ടെന്നറിയോ? നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. നിൻ്റെ കയ്യിലിരിക്കേണ്ട നെടുമുറിക്കൽ വീട് മറ്റൊരുത്തിക്ക് വിട്ടുകൊടുത്തിട്ട് നീ ഇവിടെ വന്ന് നിന്നാൽ അത് നിൻ്റെ ഭാവിക്ക് ദോഷമല്ലേ? അതുകൊണ്ടാണ് ഞാനിങ്ങനെ നീരസം കാണിച്ചിരുന്നത്, അല്ലാതെ സ്നേഹക്കുറവ് കൊണ്ടല്ല, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. എന്നൊക്കെ പറഞ്ഞങ്ങ് കമല അങ്ങ് സോപ്പിട്ട് നിൽക്കാട്ടോ നമ്മളെ വൈജയൻ. പക്ഷേ വൈജയന്തിക്ക് കുറേയൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്തായാലും തന്നെ ഇവിടെ നിന്ന് ഓടിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്ന്. അപ്പോൾ എന്തായാലും എന്തൊക്കെയായാലും ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ച് പോകുന്നുണ്ട്. കമലയുടെ അടുത്തേക്ക് സന്തോഷം തന്നെയല്ലേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അവസാനം നീ അവളെ അവിടുന്ന് തുരത്തിയല്ലോ അല്ലേ? നീ ഒട്ടും വിട്ടുകൊടുക്കാതെ പിടിച്ചു നിന്നുകൊണ്ട് അവൾ ഇവിടുന്ന് പോയത്. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ കെട്ടിയവൻ പറയുന്നത് കേട്ട് സഹിച്ച് ഇവിടെ നിന്ന് തന്നെയായിരുന്നു. അങ്ങനെ സഹിച്ച് നിൽക്കുന്നെങ്കിൽ വൈജയന്തി അല്ലാതാവണം. വിട്ട് കൊടുക്കരുത് വൈജയൻ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും കമല ഇങ്ങനെ ഏറ്റി കൊടുക്കുക കേട്ടോ. കമലയാണെങ്കിൽ വൈജയന്തിക്ക് നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ വൈജയ്, അതുകൊണ്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നീ പിടിച്ച് നിൽക്കണം. പിന്നെ നീ എന്തുണ്ടെങ്കിലും എന്നെയും കൂടെ വിളിക്കണം കേട്ടോ. കാര്യങ്ങളൊക്കെ എനിക്ക് സഹായത്തിന് ഞാനും ഉണ്ടാവുമെന്ന് പറയാം. അത് കുഴപ്പമില്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്കൊരാവശ്യം വന്നപ്പോൾ ആരൊക്കെ എൻ്റെ കൂടെ നിന്നു, ആരൊക്കെ എന്നെ തള്ളി പറഞ്ഞു, എന്നെ കുറ്റം പറഞ്ഞു വേണമെന്ന് ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കമലയെടുത്തി എന്നൊക്കെ പറയട്ടെ. കമലയ്ക്ക് മനസ്സിലാവുന്നുണ്ട് തന്നെ ഉദ്ദേശിച്ചാണ് പറയണമെന്ന്. എന്നിട്ട് കമല പറയണം, ദുഷ്ട, അവൾക്ക് നാണോ മാനോ എന്ന് പറയുന്നത് 7 അയലത്ത് പോലും ഇല്ല. ഇനി വീടിൻ്റെ പരിസരത്തെങ്ങാനും അവൾ വന്നാൽ അങ്ങോട്ട് കയറ്റരുത്, പറഞ്ഞു കേട്ടല്ലോ. അതൊക്കെ എനിക്കറിയാം. ഇനിയിപ്പോൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവൾ പിടിതരാതെ അവിടെ പിടിച്ചു നിന്നില്ലേ. അവളുടെ നിഴൽ വട്ടം എൻ്റെ വീടിൻ്റെ അടുത്തൊന്നും ഞാൻ വീഴാൻ സമ്മതിക്കില്ല. എടി, അതൊക്കെ പറയുന്ന നേരത്ത് പറയാം. ബാലേന്ദ്രനും നിൻ്റെ പിള്ളേരും അത്ര സന്തോഷത്തോടെ ഒന്നുമല്ല അവളെ പറഞ്ഞു വിട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിരിച്ചും കൊണ്ട് അവൾ കയറി വന്നാൽ 2 കൈ നീട്ടി അവൾ സ്വീകരിക്കും, നിൻ്റെ കെട്ടിയവനും മക്കളും, അറിയോ എന്ന് പറഞ്ഞ് വൈജയ്ക്ക് വീണ്ടും ഓരോന്ന് ഊന്നി കൊടുത്തു നമ്മളെ കമല. അപ്പോൾ നമ്മുടെ വൈജ പറയുന്നുണ്ട്, അതിനെ വൈജയന്തി മരിക്കണം. ഇനി അവൾ ഈ വീട്ടിൽ കാല് ഊന്നില്ല. അത് ഈ വൈജയന്തിയുടെ വാക്കാണ്. അപ്പോൾ വൈജയം വിട്ടുകൊടുക്കുന്നില്ല. തിരിച്ചും പറയുന്നുണ്ട്, ഞാൻ അവളെ വീട്ടിനകത്ത് കയറ്റിയില്ലെങ്കിലും വേറെ ആരെങ്കിലും അവളെ കെട്ടിക്കൊണ്ട് കയറാതിരുന്നാൽ മതി. എനിക്ക് മനസ്സിലായി മനുവിനെ ഉദ്ദേശിച്ചാണോ പറഞ്ഞത്. അത് എന്തായാലും നമ്മൾ പേടിക്കണം. എന്നാലും ചിലപ്പോൾ അത് സംഭവിക്കും. ഇല്ല, ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ ഒരിക്കലും അവളെ ഇതിനകത്ത് ഞാൻ കയറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് കമല. ഇനിയിപ്പോൾ അധികം താമസിക്കണ്ട, നീ പോകാൻ വേണ്ടി ഇറങ്ങല്ലേ, പൊക്കോ. ഞാൻ പോവാണ്. ഞാനിവിടെ നിന്ന് നിങ്ങൾക്കാർക്കും ഒരു കുഴപ്പമുണ്ടായിട്ട് അല്ലേ കമലയെടുത്തി എന്ന് 2 പേരും പരസ്പരം നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഊന്നുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ലാസ്റ്റ് കമലയോട് പറയുന്നുണ്ട്, അതെ എന്തായാലും പെട്ടെന്ന് ഇറങ്ങണമല്ലോ, ഒരു ചായ എനിക്ക് തരാൻ പറ്റുമോ? ചായയോ? ഗ്യാസ് ഉണ്ടോ ഞാൻ നോക്കട്ടെ. ഗ്യാസ് തീർന്നു പോയോ എന്നൊരു സംശയം. ശരി, ഗ്യാസ് ഉണ്ടെങ്കിൽ മതി. അങ്ങനെ കമലയ്ക്ക് ഒരു പണി കൊടുത്തിട്ട് വൈജ എന്ന് ചിരിയോട് ചിരി കേട്ടോ. അങ്ങനെ വൈജ നേരെ അമ്മയുടെ അടുത്തേക്ക് വരും കേട്ടോ. എന്നിട്ട് അമ്മയെ പിടിച്ച് എഴുന്നേറ്റ് പറയുന്നുണ്ട്, ഞാൻ പോവുകയാണ് ഇനി തിരിച്ച്. അലീന അവിടെ നിന്ന് പോയില്ലേ, അതുകൊണ്ട് ഞാൻ പോവാം. അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ച് വരുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. തൽക്കാലം എന്തായാലും ഞാൻ പോവുകയാണ്. അവളെ സകല അടവും പഠിച്ചവളാണ്. എടി, അവൾ പോയത് ഉറപ്പ് തന്നെയാണ്. നിനക്ക് മാത്രമേ അവളെ സംശയമുള്ളൂ, പക്ഷേ ഞങ്ങൾക്കൊന്നും സംശയമില്ല. നിൻ്റെ ആങ്ങളമാർക്ക് പോലും സംശയമില്ല. പിന്നെ എല്ലാവരുടെ യാത്ര പറഞ്ഞിട്ടല്ലേ പോയത്. എടി സാരമില്ല, നിനക്ക് കമലയൊക്കെ വിഷം തന്നെയാണെന്ന് ഞാൻ പറയുന്നത്.
കാരണം അമ്മ എന്താ ഉദ്ദേശിച്ചത്? അല്ല, വിഷത്തിലേക്ക് എത്ര പാലൊഴിച്ചാലും വിഷം തന്നെയാണ്. അതാ എന്തായാലും അവളെ പോകുന്നതിന് മുമ്പ് എനിക്കൊരു പാര വെച്ച് എന്നിട്ടാണ് പോയത്. എന്താന്ന് എന്താടി? അല്ല, 23 വർഷം ആഗ്രയിൽ വെച്ചിട്ടുള്ള എൻ്റെ ജീവിതമില്ലേ, അത് മറക്കരുത് അവൾ എന്നോട് പറഞ്ഞു. അങ്ങനെ ഒരുത്തനോട് ജീവിച്ചവളല്ലേ നീ? അല്ലേ? ശരിയല്ലേ പറഞ്ഞത്? അവൾ പറഞ്ഞ അക്ഷരം പ്രതി സത്യം തന്നെയാണ്. നീ അത് മറക്കാൻ പാടില്ല. പക്ഷെ നീ അത് മറന്നു. അവൾ എങ്ങനെ അറിഞ്ഞു എന്ന് ഇപ്പം എൻ്റെ പഴയ ചരിത്രമൊക്കെ അന്ന് അവൾ ജനിച്ചിട്ട് പോലുമില്ലല്ലോ. ആര് പറഞ്ഞു അവളോട്? അമ്മ പറഞ്ഞു കൊടുത്തോ? എടി, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ അറിയുന്നത്? പിന്നെ അറിയാവുന്ന എൻ്റെ ആങ്ങളമാർക്കാ. പക്ഷെ അവളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അങ്ങനെ ഒരു ചതി എന്തായാലും എൻ്റെ ആങ്ങളമാർ ചെയ്യില്ല. എടി, ആര് പറഞ്ഞാലും അവൾക്ക് എല്ലാം അറിയാമെന്ന് മനസ്സിലായല്ലോ. എടി, ഇനി അതനുസരിച്ച് നോക്കിയും കണ്ട് നിൽക്കേണ്ടത് നീ തന്നെയാണ്. ബാലേന്ദ്രനോട് അവളൊന്നും പറഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത്. പറഞ്ഞിരുന്നെങ്കിൽ ബാലേന്ദ്രൻ അപ്പം തന്നെ ഭയങ്കര ബഹളം ഉണ്ടാക്കി ബന്ധം പിരിഞ്ഞേനെയായിരുന്നു. പറയാതിരുന്നെങ്കിലേ അവളുടെ നന്മയാണെന്ന് നീ മനസ്സിലാക്കിയാൽ മതി വൈജയ്. അവൾക്ക് വേണമെങ്കിൽ ഈ ഒരു കാര്യം വെച്ച് നിന്നെ ചൂണ്ടുവിരൽ നിർത്തായിരുന്നു അല്ലേ? പക്ഷേ അവൾ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അവൾ മാന്യമായിട്ട് പിരിഞ്ഞു പോവുകയല്ലേ ചെയ്തത്. നീ അവളെ പോവിക്കണം. പോയല്ലോ, ഇനിയിപ്പോൾ സാരമില്ല. ഇനിയെങ്കിലും അഹങ്കാരം കാണിക്കാതെ നീ ചെല്ലണം, മനസ്സിലായോ? എന്നാലും എനിക്കൊരു പേടിയുണ്ടമ്മേ. അവളങ്ങ് ചത്തുപോയെങ്കിൽ സമാധാനമായിരുന്നു. മിണ്ടായിക്കടി ശവമേ, നിൻ്റെ നാക്ക് പൊഴുത്തു പോകത്തേ ഉള്ളൂ. അമ്മ എന്തിനാമ്മേ എന്നെ പ്രാകുന്നത്? അവളല്ല, നിൻ്റെ നാശത്തിൻ്റെ വേര് മുഴുവൻ നീ തന്നെയാണ്, നിൻ്റെ മനസ്സ് തന്നെയാണ് എന്ന അമ്മ വീണ്ടും വൈജയോട് ഇങ്ങനെ പറയാട്ടോ. വൈജയ്ക്ക് അത് കേട്ടൊരു ഷോക്കായി പോവാണ് കേട്ടോ. എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്